ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ട, വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോയിൽ കൂടുതലുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ. ഇനി ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ 2 മീഡിയം സൈസിലുള്ളത് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും വലിയ ജീരകം വറുത്ത് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂണും വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 1/4 കപ്പൊക്കെ വെള്ളം മതിയാവും. ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനി അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒരു 1/4 ഭാഗം വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ആവിയൊക്കെ പോയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും എണ്ണ ഇതിലേക്ക് ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണോടൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്തും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണൊക്കെ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്ന് ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി പിന്നീട് ചേർത്തിട്ടില്ല, ആദ്യം ചേർത്തത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നോളും. അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട് ഈ ഒരു ചിക്കൻ കറിയിലേക്ക്. ഇത്ര തന്നെ മതിയാവും. ഒരുപാട് ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് തിളച്ച് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാനായിട്ട്. ഉള്ളിയൊന്നും വഴറ്റാതെ വെച്ചതാണെന്ന് പറയേയില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചിക്കൻ കറി ട്രൈ ആക്കി നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്